പ്രിയപ്പെട്ടവരെ, ഇന്ന് എക്സാംസ് ഉള്ളത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. ഈ ഒരു വീടിൻ്റെ റിനോവേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ റൂഫിൻ്റെ വർക്കുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റൂഫിൻ്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ പറ്റിയിട്ട് പറയേണ്ടി വരും. ആദ്യം പേരും കമ്പനി ഡീറ്റെയിൽ ഒന്ന് പറയാം. എൻ്റെ പേര് അനൂപ്. ഞാൻ സ്റ്റോൺ ക്രാഫ്റ്റ് റൂഫിംഗ് എന്നുള്ള കമ്പനിയുടെ ഇതാണ്. അതെ അതെ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളാണ് ഈ റൂഫിങ്ങിൻ്റെ ചെയ്യുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു, നമ്മളോട് ഏൽപ്പിച്ചു, നമ്മൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമമുണ്ട്. നമ്മളൊരുപാട് സമയമായിട്ട് ഞങ്ങൾ ഫസ്റ്റാണ് കേട്ടോ ഈ ഒരു പ്രൊജക്റ്റിൽ ഇവരെ സ്റ്റോൺ ക്രാഫ്റ്റിനെ കണക്ട് ചെയ്തത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിൽ മറ്റുള്ള സ്റ്റോൺ കോട്ടറായിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകളും മെറ്റീരിയലൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടി അതിൽ നിന്നൊരു വ്യത്യസ്തത ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് ഇവരെ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്താണ് ആ ഒരു വ്യത്യസ്തത മറ്റുള്ള ബ്രാൻഡുകൾ വെച്ച്? മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ പല മാർക്കറ്റിൽ മെയിനായിട്ട് ഇപ്പോൾ 0.45, 0.4, 0.5 ഡിഫറെൻറ്റ് ടൈപ്പുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. നമ്മളാണെങ്കിൽ മെയിൻ 0.5 മാത്രമാണ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു കസ്റ്റമൈസ് ഡിസൈൻ വേർഷനാണ്. കാരണം പാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം കണക്കിലെടുത്ത് കണ്ടൊരു പുതിയൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വേർഷനാണ് ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് നമ്മൾ മാർക്കറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ സക്സസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയൊരു കസ്റ്റമൈസേഷൻ ഇപ്പോൾ നമുക്ക് ഇതുവരെ ആവശ്യം വന്നിട്ടില്ല. മെയിനായിട്ട് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ 3 ഇതാണ് ഗാഡിയാണ് മെയിനായിട്ട് അതിൻ്റെ ഇതായിട്ട് വരുന്നത്. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, പൊതുവേ നമ്മൾ കാണും 1, 2, 3 ഈ ഒരു സ്പേസ് പൊതുവേ എന്താണെങ്കിൽ ഇത് ലൈ ചെയ്യുമ്പോൾ ചെറിയ ഗ്യാപ്പ് കാണാനുള്ള സാധ്യതകളുണ്ട്. ഗ്യാപ്പ് കണ്ടിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഇറക്കിയിരുന്നതിലും 2 ഗാഡി വെച്ചിട്ടാണ് നമ്മൾ ഇറക്കിയിരുന്നത്. നമ്മൾ ചെറിയതായിട്ടൊരു ഗ്യാപ്പ് കണ്ടിരുന്നു. പ്ലസ് ചെറിയ മഴയിൽ, ഭയങ്കര ശക്തമായ മഴയിൽ ഊത്താലടിക്കുന്ന പോലെ ഒരു പോസിബിലിറ്റീസ് ആളുകൾ ഡൗട്ട് പറഞ്ഞിരുന്നു. അപ്പം അതിനെല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 3 ഗാഡി എന്നുള്ള ഒരു ഇത് വന്ന്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതിലൊരു ചെറുതായിട്ടുള്ള ഗ്യാപ്പ് പോലും ഒരു ഷീറ്റ് ടു ഷീറ്റ് കുറച്ച് ദൂരം നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ഈ ഒരു പ്രൊജക്റ്റിൽ പറയാന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് റൂഫ് ടൈല്, അതായത് പഴയ ആ ഒരു ടൈൽ ഇവിടെ വെച്ചേക്കുന്നുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ ഡീറ്റെയിലോട് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ആക്ച്വലി കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഇപ്പോൾ ഈ ഓട്, സെറാമിക് ഈ 2 കാര്യങ്ങളും ഇട്ടതിന് ശേഷവും നമുക്ക് അതിന്റെ ലീക്ക് കാര്യങ്ങൾ, ഇതിന്റെ ഇടയിലൂടെ വെള്ളം ഇറങ്ങുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് ഒരുപാട് കസ്റ്റമേഴ്സ് ആയി വരുന്നു. ഇപ്പോൾ സാറിൻ്റെ അടുത്തും കസ്റ്റമേഴ്സ് ആ ഒരു രീതിയിലായിരിക്കും ഇതിനുള്ള റൂഫിങ്ങിന് വേണ്ടി വരുന്നത്. ഓട് അവർ വീണ്ടും അവർ വെക്കാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒന്നുകൂടി ചൂട് കുറയ്ക്കുക, അവർക്ക് ട്രഡീഷണൽ ആയിട്ട് ആ ഓട് അവിടെ ഇരുന്നോട്ടെ. അതുകൊണ്ട് നമ്മൾ പറയും ഒന്നുകൂടി ഇതാവണം, ഓട് സൈഡിൽ താഴെ ഇരുന്നോട്ടെ. അതിന് മുകളിൽ കറക്റ്റായി പാക്ക് ചെയ്തുകൊണ്ട് വേണം. കുറച്ച് വെല്ലുവിളിയുള്ള ഒരു ടാസ്ക് ആണ്. എന്നാലും ശരി, നമ്മളത് വളരെ മാക്സിമം നമുക്കിത് റിമൂവ് ചെയ്തിട്ട് ചെയ്യലാണ് ഇത്. പക്ഷേ കസ്റ്റമറുടെ പ്രത്യേക ആവശ്യം കാരണം കൊണ്ടാണ് നമ്മളിത് തന്നെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോൺ കോട്ടിന്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രൂവിന്റെ കേസിൽ എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഷീറ്റുകൾ വിരിച്ചാൽ വല്ല മയിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ജമ്പ് ചെയ്യുമ്പോഴും അതിനുള്ള മിസ്പ്ലേസ് ആവാനൊക്കെ ഉണ്ട്. ഇത് നമുക്ക് കാണാൻ പറ്റും. ഒരു ഷീറ്റിന്റെ മുകളിൽ 3 സ്ക്രൂ ഭയങ്കര ഫേം ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇത് ഒരിക്കലും ഇതിന് മുകളിൽ ആളുകൾ നടന്നാലോ ഇനി പറഞ്ഞ മയിലോ എന്ത് വലിയ ഹെവി ജീവികളായാലും നടന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിന്റെ ഒരു പ്രത്യേകത സ്റ്റോണിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞത്? സ്റ്റോണിനായിട്ട് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമ്മൾ ഈ സ്റ്റോൺ ഗ്രാനുൾസ് പോവാതിരിക്കാൻ വേണ്ടി ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള സ്റ്റോൺ ഗ്രാനുൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിലതിൽ എന്താ കാണാൻ പറ്റും മാർക്കറ്റിൽ അതിന്റെ കുറച്ച് സൈസ് കൂടിയ ഗ്രാനുൾസ്, അത് നമുക്ക് കൈ വെച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അതിന്റെ ഒരു ഇത് അതെങ്ങനെ വെച്ചാൽ നമ്മൾ ക്ലീനിങ് പർപ്പസിലാവുമ്പോൾ അത് പോവാനുള്ള ചാൻസ് സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഒരു റിനോവേഷനുള്ള വീടാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വീടിനെ എങ്ങനെ ഭംഗിയാക്കാൻ പറ്റും അതിന് അനുസരിച്ചുള്ള ഒരു ഡിസൈൻ കാണിച്ചുകൊണ്ട് അതേ രീതിയിലാണ് നമുക്കത് ഭയങ്കരമായിട്ട് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് പ്രൊഫഷണലി നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ നല്ലൊരു എഞ്ചിനീയേഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഫാബ്രിക്കേറ്റർ വെച്ച് എക്സ്പെർട്ടായ ഫാബ്രിക്കേറ്റർ 7 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഫാബ്രിക്കേറ്റർ ഉണ്ട്. നമുക്കത് വെച്ചിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണ്. ഇവരൊരു മറ്റു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ എവിടുന്ന് നിങ്ങൾ വിളിക്കാന്നുണ്ടെങ്കിലും ജസ്റ്റ് കോളിലൂടെ സംസാരിക്കുക അല്ലാതെ ഡയറക്റ്റ് വന്ന് സാമ്പിൾ കൊടുത്ത് കാണിക്കുന്നുള്ളതാണ് അല്ലേ? സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമർ അത് ഹോൾഡ് ചെയ്ത് വേറെ ആയിട്ട് കമ്പയർ ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ നമ്പർ ഇതിൽ കൊടുത്തോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഡയറക്റ്റ് ഇവിടെ വിളിക്കുക. സ്റ്റോൺ ക്രാഫ്റ്റ് എന്നാണ് കമ്പനിയുടെ പേര്. മറ്റുള്ള സ്റ്റോൺ കോട്ടറായിട്ടുള്ള റൂഫിൽ നിന്നും ഒരുപാട് വ്യത്യസ്തങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.